أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായ ഒരു ഖുർആന്റെ ഒരായത്താണ് ഈ പറയാൻ പോകുന്നത്. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമ്മളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു, അതുകൂടാതെ സുന്നത്തുകൾ നിസ്കരിക്കുന്നു, അതുകൂടാതെ കണ്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നു, പിന്നെ നമ്മൾ സലാത്ത് ചൊല്ലുന്നു, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ധർമ്മം ചെയ്യുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, നമ്മൾ ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, ചുരുക്കി പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നോമ്പുപിടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് നമ്മളങ്ങ് അലങ്കരിക്കുകയാണ്. പക്ഷേ ഈ ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കണം, ഞാൻ എത്രയും ഇബാദത്തുകൾ ചെയ്യുന്നവനാണ് എന്നുള്ള ഒരു ഉങ്ക് നമ്മുടെ ഹൃദയത്തിലെങ്ങാണം വന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ ഇബാദത്തുകൾ അള്ളാഹു നമ്മളെ ഹൃദയത്തിലാണ് നോക്കുന്നത്. അങ്ങനെ ഉള്ളതായ ഒരു ഉങ്ക് അഥവാ ഒരു അഹങ്കാര മനോഭാവം, ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരഹങ്കാര മനോഭാവം നമ്മളിലുണ്ടായി എന്ന് അള്ളാഹു അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇബാദത്തുകൾ അതാ നഷ്ടത്തിലാകുന്നു. അപ്പോൾ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി ഞാനൊന്നുമല്ല എന്നുള്ള ഭാവത്താൽ നമ്മൾ ഇബാദത്തുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അഥവാ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ചിലർക്ക് ഉണ്ടോ എങ്കിൽ പടച്ച തമ്പുരാൻ അല്ലാഹുവേ അർഹമറാഹിമീനായ തമ്പുരാൻ അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഖുർആന്റെ ഭാഗമാകുന്ന ഒരൽപ്പം 2 വരി ഖുർആൻ ഞാനിവിടെ ചെല്ലുന്നതാണ്. അതങ്ങ് നിങ്ങൾ ചെല്ലണം. അതെങ്ങനെ ചെല്ലണമെന്ന് ചോദിച്ചാൽ ഇതങ്ങ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് 11 പ്രാവശ്യം നമ്മളിതങ്ങ് ചെല്ലണം. 11 പ്രാവശ്യം നമ്മളിതങ്ങ് ചെല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോടങ്ങ് പറയണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ കുടുംബജീവിതമുണ്ടല്ലോ, നമ്മുടെ സമ്പത്ത് സാമർത്ഥ്യം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ ജോലി ഉണ്ടല്ലോ, നമുക്ക് ധനം വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് കുടുംബാഹല്യം വേണം, എല്ലാവിധ ഗുണങ്ങളും നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് റബ്ബിനോട് താഴ്മയായി നമുക്ക് ചോദിക്കാം. ഈ ഇബാദത്തുകൾ നമ്മൾ ചെയ്തിട്ട് സുന്നത്ത് നമസ്കാരം ഫർദ് നമസ്കാരത്തിൽ നമ്മൾ ഒന്നും തന്നെയും ചോദിക്കരുത്. ഫർദ് നമസ്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിസ്കരിച്ചിട്ട് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മുടെ റബ്ബിനോട് ചോദിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താവശ്യമുണ്ടെങ്കിലും ആ ഹലാലായ ഏതാവശ്യവും നീ നിൻ്റെ റബ്ബിനോട് ചോദിക്കൂ, നീ റബ്ബിനോട് നീ ദുആ ചെയ്യൂ എന്ന് ഒരു സഹാബത്തിനോട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുകയാണ്. കാരണം നമസ്കരിച്ച് ഫർദ് നമസ്കാരം നമസ്കരിച്ചിട്ട് ഈ സഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. ഉടനെ ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ദുനിയാവിൽ ആവശ്യമൊന്നും ഇല്ലയോടോ? അത് നബിയേ അതെനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഒക്കില്ല. നീ 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച് നിൻ്റെ ആവശ്യങ്ങൾ നീ റബ്ബിനോട് ചോദിര്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരും. അങ്ങനെ അയാൾ സുന്നത്ത് നിസ്കരിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അയാൾ ആവശ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും തുടരാം. നമുക്ക് സുന്നത്ത് നിസ്കാരത്തിൽ കൂടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം. പണമില്ലെങ്കിൽ ജോലി ഇല്ലെങ്കിൽ ജോലിക്കാരി നമുക്ക് ചോദിക്കാം. പണമില്ലെങ്കിൽ പണത്തിൻ്റെ സമ്പത്ത് കുറവാണെങ്കിൽ ആ സമ്പത്ത് നമുക്ക് ചോദിക്കാം. വീടില്ലെങ്കിൽ വീട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. എന്ത് ഹലാലായ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചോദിച്ചിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല ഈ ഭാഗം കൂടി ഒന്ന് ഓതിയിട്ട് ഒരു ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഇബാദത്തുകൾ സ്വീകരിച്ചു എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൂടി നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയാണ്. അപ്പോൾ ഇത് ചെല്ലുന്ന കാര്യത്തിലൊന്നും മടിക്കേണ്ട. ഖുർആനാണ്. ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തോന്നിയെന്ന് വരും. ഒരു കട്ടിയുമില്ല, വളരെ ലളിതമായ ഭാഷയാണിത്. ഇതൊരു 2-3 പ്രാവശ്യം ഇതൊന്ന് പതുക്കെ ഒന്ന് നോക്കി ഒന്ന് വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അത് അറിയാൻ പാടില്ല, മിക്ക ആൾക്കാർക്കും അറിയാവുന്നവരേ ഉള്ളൂ. അറിയാൻ പാടില്ലാത്തവരൊന്ന് എഴുതി വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൂടെ ഇതൊക്കെ ഓതുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ 11 പ്രാവശ്യം നിങ്ങൾ ഓതണം. 11 പ്രാവശ്യം ഓതിയിട്ട് പടച്ചവനോട് ഹൃദയശുദ്ധിയോടുകൂടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരുന്നതാണ്. ഞാനിതാ ഇവിടെ ചെല്ലാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വതബഅനാ റസൂലാ വകുതുബനാ മഅശ്ശാഹിദീൻ
ربنا ربنا آمنا بما أنزلت واتبعنا رسولا وكتبنا مع الشاهدين. ഇതാണ് ഖുർആന്റെ 2 വരി. ഈ 2 വരി എങ്ങോട്ട് ഊതിയിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന്റെ ഒരു ചെറിയ ഭാഗമാണ് 2 വരി. ഇതങ്ങ് ഊതിയിട്ട് ഒരു 11 പ്രാവശ്യം നിങ്ങൾ ഊതിയിട്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്ത ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നുള്ള ഉറപ്പ് നമ്മളെ കരുത്തിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ 11 പ്രാവശ്യത്തിൽ ഇത് കുറയാൻ പാടില്ല. ഇത് ആദ്യത്തെ തവണ 11 പ്രാവശ്യം തന്നെ ചെല്ലണം. പിന്നീട് ഏത് സമയത്ത് വേണേലും എത്ര വേണേലും നിങ്ങൾക്ക് ചെല്ലാം. തൽക്കാലം ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതോടൊപ്പം ഞാൻ മറ്റൊന്ന് പറയാനുള്ളത്, എന്തെങ്കിലും ഈ പറഞ്ഞതിൽ സംശയമായിട്ടുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക. പിന്നീട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് താഴ്മയായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. തൽക്കാലം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.